ഡൽഹിയിലേക്ക് പോകാം. PR അരവിന്ദ് ഉണ്ട്. അരവിന്ദ്, ഗുഡ് മോർണിംഗ്. പ്രത്യേകിച്ചും മണിപ്പൂരിൽ എന്താണ് നടക്കുന്നതെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അരവിന്ദ്, ഇന്നലെ ആ ബസ് സർവീസ് തുടങ്ങിയപ്പോൾ തന്നെ വലിയ പ്രതിഷേധമുണ്ടാകുന്നതും വലിയ സംഘർഷം ഉടലെടുക്കുന്നതും നമ്മൾ കണ്ടതാണ്. എന്താണ് ഈ സംഘർഷ സ്വാധീന മേഖലകളിലെ ഇപ്പോഴത്തെ അവസ്ഥ? മറ്റെന്തൊക്കെ പ്രധാനപ്പെട്ട വാർത്തകൾ രാജ്യ തലസ്ഥാനത്ത് നിന്ന് ഇന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്? സൈഫുദ്ദീൻ, ഡൽഹിയിൽ നിന്ന് പ്രധാനമായി ഉള്ളത് മണിപ്പൂരുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകളാണ്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസമാണ് 2 വർഷങ്ങൾക്ക് ശേഷം മണിപ്പൂരിൽ ആ ബസ് സർവീസ് പുനരാരംഭിച്ചത്. പക്ഷേ ആ സർവീസ് പുനരാരംഭിച്ചത് വലിയ സംഘർഷ സാഹചര്യത്തിലേക്ക് മണിപ്പൂരിനെ കൊണ്ടെത്തിച്ചിരിക്കുകയാണ്. കാങ്പോപ്പിൽ കുക്കി വിഭാഗക്കാർ ഈ ബസ് തടയുകയും പിന്നീട് വലിയ സംഘർഷമാണ് സുരക്ഷാ സേനയുമായി ബന്ധപ്പെട്ട് ഉണ്ടായത്. ഇതിൽ ഒരാൾ കൊല്ലപ്പെടുകയും 16 പ്രതിഷേധക്കാർക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. 27 സുരക്ഷാ സേനാ ജീവനക്കാർക്കും പരിക്കേറ്റിട്ടുണ്ട്. എന്തായാലും വലിയ സംഘർഷ സാഹചര്യമാണ് മണിപ്പൂരിൽ ഇപ്പോൾ നിലനിൽക്കുന്നത്. കുക്കി വിഭാഗം ആരോപിക്കുന്നത് പ്രധാനമായും മണിപ്പൂരിൽ സമാധാനം പുനഃസ്ഥാപിക്കുവാൻ കേന്ദ്ര സർക്കാർ മുന്നോട്ട് വരാതെ എന്തിനാണ് ഇപ്പോൾ ഈ ബസ് സർവീസ് ആരംഭിച്ചത്? ഈ ബസ് സർവീസ് നമ്മൾ പരിശോധിച്ചാൽ അതിൽ യാത്രക്കാർ പോലും ഇല്ലായിരുന്നു എന്നാണ് കുക്കി സംഘടനകൾ ആരോപിക്കുന്നത്. ഇത്തരത്തിൽ ഒഴിഞ്ഞ ബസ്സുകൾ എന്തിനാണ് ഇത്തരം സർവീസ് നടത്തിയത് എന്നാണ് കുക്കി വിഭാഗം ആരോപിക്കുന്നത്. ഇതുകൂടാതെ തന്നെ കുക്കി സ്വാധീന മേഖലകളിൽ സമ്പൂർണ്ണ അടച്ചിടൽ ഇപ്പോൾ ഈ സംഘടനകൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. മേധേ വിഭാഗക്കാരെ ഒരു കാരണവശാലും തങ്ങളുടെ മേഖലയിലേക്ക് കടത്തില്ല എന്ന് തന്നെ കുക്കി വിഭാഗക്കാർ ചൂണ്ടിക്കാണിക്കുന്നു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇപ്പോൾ ഈ സാഹചര്യം വിലയിരുത്തിയിട്ടുണ്ട്. കൂടുതൽ സുരക്ഷാ സേനാ ഉദ്യോഗസ്ഥരെ ഈ മേഖലയിലേക്ക് എത്തിക്കുകയാണ്. എന്തായാലും ഒരു സമാധാനത്തിനുള്ള ശ്രമം നടത്തിയ കേന്ദ്ര സർക്കാർ പരാജയപ്പെട്ടിരുന്നു. അത് കൂടുതൽ മണിപ്പൂരിലെ സാഹചര്യം സംഘർഷഭരിതമാക്കിയിരിക്കുകയാണ്.